തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ വമ്പൻ ഓഫർ. ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ 7593871004 എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ. വിളയൂർ തുടിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ നിന്നുമുള്ള ജലസേചനം ഉടൻ പുനരാരംഭിക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് CPMന്റെ നേതൃത്വത്തിൽ മൈനർ ഇറിഗേഷൻ പാലക്കാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. വിളയൂർ തുടിക്കൽ ചെറുകിട ജലസേചന പദ്ധതിയുടെ ട്രാൻസ്ഫോമർ തകരാർ പരിഹരിച്ച് ജലസേചനം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും കർഷകരുടെയും CPM നേതാക്കളുടെയും നേതൃത്വത്തിൽ 2 ദിവസം മുമ്പ് പാലക്കാട് മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഡിസംബർ 4-നകം നടപടി ഉണ്ടാകാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതോടെയാണ് സമരക്കാർ അന്ന് പിരിഞ്ഞത്. എന്നാൽ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വ്യാഴാഴ്ച CPMന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം. പാലക്കാട് മൈനർ ഇറിഗേഷന്റെ ഡിവിഷൻ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് ഉപരോധം നടത്തിയത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പദ്ധതിയുടെ ട്രാൻസ്ഫോമർ തകരാറിലായത്. ഏക്കറക്കണക്കിന് കൃഷിയിടത്തിലേക്ക് ജലസേചനവും ഇതോടെ മുടങ്ങി. പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുവാനുള്ള കാലതാമസവും കർഷകരെ ആശങ്കയിലാത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ടുള്ള സമരവുമായി കർഷകർ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങിയത്. CPM ഏരിയ കമ്മിറ്റി അംഗം K മുരളി, T ഷാജി, വിളയൂർ ലോക്കൽ സെക്രട്ടറി KV ഗംഗാധരൻ, വിളയൂർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി മണികണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, V സുരേന്ദ്രൻ, PV സുബ്രഹ്മണ്യൻ, T ശശി, VK ബഷീർ, ചന്ദ്രൻ, മുസ്തഫ മലമട്ടം, ഉമ്മർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. 10 പാടശേഖരങ്ങളിൽ ഏതാണ്ട് 6 പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് തുടിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. ആ പദ്ധതിയുടെ 24 വർഷം മുമ്പ് സ്ഥാപിച്ച ട്രാൻസ്ഫോമർ 610 kV ട്രാൻസ്ഫോമർ കത്തിപ്പോയിട്ട് 2.5 മാസമായി. ഏതാണ്ട് 5 പാടശേഖരങ്ങളിലായി 140 ഹെക്ടർ കൃഷിഭൂമി നെൽകൃഷി ഏതാണ്ട് കതിരാവാൻ തുടങ്ങിയത്, വയറായിട്ടുള്ളത്, നട്ട് കരിയടപ്പേർന്ന ഏതാണ്ട് 160 ഏക്കറോളം വരുന്ന കൃഷിഭൂമി ഉണങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. 2.5 മാസമായി ഞങ്ങൾ ഓഫീസ് കയറി ഇറങ്ങുകയാണ്. പട്ടാമ്പിയിലെ മൈനർ ഇറിഗേഷൻ ഓഫീസ്, പാലക്കാട്ടെ ഈ ഇറിഗേഷൻ ഓഫീസ്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമാണിമാരെ എല്ലാവരെയും ഞങ്ങൾ സന്ദർശിച്ചു. ഞങ്ങൾ അടുത്ത് ശരിയാവും എന്ന് പറഞ്ഞ് 2.5 മാസം പിന്നിട്ടു. ഒരു നടപടിയും ഇവർ സ്വീകരിച്ചില്ല. സർക്കാർ എന്ന നിലയ്ക്ക് കൃഷിക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ. ആ ഗവൺമെൻറ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഈ ഉൾപ്പെടെയുള്ള പാലക്കാട് ജില്ലയിലെ മൈനർ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ കൃഷിക്കാർ ഏതാണ്ട് അപേക്ഷ സ്വരത്തിൽ പലതവണ സമീപിച്ചു.